ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്നൊരു സൺഡേ ആണ്. തലേദിവസം മഴയൊക്കെ പെയ്ത് മുറ്റത്ത് മുഴുവനും ഇലയും പൂക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ കിടന്ന് അതൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് നേരെ അടുക്കളയിലേക്ക് വന്ന് തലേദിവസം കഴുകി വെച്ചിരുന്ന പാത്രങ്ങളെല്ലാം എടുത്ത് വെച്ചു. പിന്നീട് നേരെ ഞാൻ ചായ ഇടാമെന്ന് വിചാരിച്ചു. എനിക്ക് വേണ്ടി മാത്രം ഞാനൊരു കോഫി ഇട്ട്. കാരണം മക്കളെല്ലാവരും എഴുന്നേറ്റ് വരുമ്പം താമസിക്കും. അതുകൊണ്ട് എനിക്ക് വേണ്ടി മാത്രം ഞാൻ ഒരു ബ്രൂ കോഫി ഇട്ട് ചായ അങ്ങനെ ഇട്ടു. പിന്നെ സമാധാനമായിട്ട് ചായ അവിടെ ഇരുന്ന് കുടിച്ചു. എൻ്റെ മീനുകളെയൊക്കെ നോക്കി കുറേ നേരം അവിടെ ഇരുന്നു. പിന്നെ അടുത്ത പരിപാടിയിലേക്ക് തുടങ്ങി. രാവിലത്തെ പരിപാടിയിലേക്ക് പൂരിയും കിഴങ്ങ് കറിയും ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ പൂരിക്ക് കുഴച്ചൊക്കെ വെച്ചു. പിന്നെ കിഴങ്ങ് കറിക്കുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞൊക്കെ വെച്ചു. അതൊക്കെ അങ്ങ് ചെയ്യും. പെട്ടെന്നെല്ലാം റെഡിയാക്കി വയ്ക്കാം. ഇപ്പോൾ ഓൺ വോയിസ് കൊടുക്കാൻ കുറേ നാളുകൾക്ക് ശേഷം വോയിസ് കൊടുക്കാൻ ചെറിയൊരു മടിയുണ്ട്. എന്തോ ചെറിയൊരു ചമ്മൽ എന്തൊക്കെയോ മാറ്റിയെടുക്കാൻ പയ്യെ. ഇങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ എന്ത് സ്പീഡിലാഹാ, എന്ത് പെട്ടെന്ന് ചെയ്യുന്നു. ഇങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മുടെ ജീവിതവും എല്ലാം വളരെ പെട്ടെന്ന് എല്ലാം നമ്മൾ വിചാരിക്കും മുമ്പേ എല്ലാം ചെയ്ത് കഴിഞ്ഞിരുന്നെങ്കിൽ. അങ്ങനെയൊക്കെ നടക്കുമോ? നടക്കും കുറേ. അങ്ങനെ ഞാൻ കറിക്കുള്ളതൊക്കെ അരിഞ്ഞിങ്ങനെ വഴട്ടാനിട്ടു. പിന്നെ വിചാരിച്ചു കഞ്ഞിക്ക് വെള്ളം വയ്ക്കാം. തലേദിവസമൊന്നും ഞാൻ അരിയൊന്നും തിളപ്പിച്ച് വെച്ചില്ല. കാരണം ഞായറാഴ്ചയല്ലേ, പയ്യെ മതിയല്ലോ, എല്ലാം മടി പിടിച്ച ദിവസം. അങ്ങനെ വെള്ളം എടുത്ത് അടുപ്പിലിട്ടു. പിന്നെ അതാ തക്കാളി, ഉരുളക്കിഴങ്ങ് കറിയിൽ ഞാൻ തക്കാളി ഇടും. അങ്ങനെ തക്കാളിയൊക്കെ ഇട്ടു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ അരി കഴുകാൻ പോയി. ഇത് വയ്ക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് വെള്ളം ചൂടാവും. അങ്ങനെ അരിയൊക്കെ കഴുകി വാരിയെടുത്തിട്ടു. പിന്നെ അടുത്തെന്താ, നമ്മുടെ അരിയെല്ലാം വാരിയിട്ടു. പിന്നെ അടുത്ത് ഉരുളക്കിഴങ്ങ്, ഞാൻ വേവിച്ച് വെച്ചിരുന്ന ഉരുളക്കിഴങ്ങിനെ ചെറുതായിട്ട് അരിയണ്ട, നല്ല വെന്തതാണ്, എന്നാലും ഒന്ന് അരിഞ്ഞെടുത്തിട്ടു. പിന്നെ അത് നല്ലപോലെ ഉടച്ചു കൊടുത്താൽ മതിയല്ലോ. അങ്ങനെ അതൊക്കെ എടുത്ത് അരിഞ്ഞൊക്കെ എടുത്തിട്ടു. പിന്നെ ഇടയ്ക്ക് എൻ്റെ വോയിസിൻ്റെ ഇടയിൽ ഒരു കൂ എന്നുള്ള വിളിയൊക്കെ കേൾക്കുന്നില്ലേ? ഞങ്ങളുടെ പട്ടി വിളിക്കുന്നതാണ്. അങ്ങനെ അതൊക്കെ ഉടച്ചു കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മസാലയും കൂടി ചേർത്തു. കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അങ്ങ് ഇളക്കി മിക്സ് ചെയ്ത് നല്ല തിളച്ച് വരുമ്പോൾ അങ്ങ് ഓഫ് ചെയ്യും. ഇത്രയേ ഉള്ളൂ, കറിയൊക്കെ റെഡി. അടുത്ത് പിന്നെ പൂരിക്ക് വേണ്ടിയിട്ട് നമ്മൾ കുഴയ്ക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് കുഞ്ഞു ബോൾസ്, ഞാൻ പൂരിക്ക് വേണ്ടിയിട്ട് കുഴയ്ക്കുമ്പോൾ ഞാൻ വൈകിട്ടത്തേക്കും കൂടി കണക്കാക്കി വയ്ക്കും. കുറച്ച് കൂടുതൽ മാവ് കുഴച്ച് വെച്ചേക്കും. രാവിലെ പൂരി ഉണ്ടാക്കണമെങ്കിൽ വൈകുന്നേരം ചപ്പാത്തി ഉണ്ടാക്കും. സിമ്പിൾ. എന്നിട്ട് ഇത് പൂരി ഉണ്ടാക്കിയിട്ട് ബാക്കി മാവ് എടുത്ത് വെച്ചിരിക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെ പൂരിക്കൊക്കെ വേഗം പരത്തി ആദ്യം അങ്ങ് വയ്ക്കും. പിന്നെന്താ, നിങ്ങളുടെ അവിടെയൊക്കെ ഇന്നലെ മഴയുണ്ടായിരുന്നോ രാത്രി? ഇവിടെ രാത്രി നല്ല മഴയൊക്കെ പെയ്ത്. 2 ദിവസം മുമ്പ് വരെ നല്ല വെയിലായിരുന്നു. അപ്പോഴയ്യോ നല്ല വെയിൽ, ഭയങ്കര വെയിലല്ലേ എന്ന് വിചാരിച്ച്. ഇപ്പോഴോ നേരെ തിരിച്ച് മഴയായി. വീണ്ടും മഴ സമയമായെന്ന് തോന്നുന്നു. അങ്ങനെ രാത്രി നല്ല മഴയും തണുപ്പൊക്കെ ആയിരുന്നു. എനിക്കാണെങ്കിൽ തണുപ്പും മഴയൊക്കെ വരുമ്പോൾ പിന്നെ അലർജി. സൂപ്പർ. അങ്ങനെ എൻ്റെ പൂരിയും കിഴങ്ങ് കറിയും റെഡിയായി. അപ്പോൾ ഓക്കെ, ബായ്. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.